ഹായ് ഫ്രണ്ട്സ്, ഞാൻ കൃഷ്ണകുമാർ ബാലകൃഷ്ണനാണ്. 33 കൊല്ലത്തെ മാർക്കറ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. ഇക്വിറ്റി മാർക്കറ്റ്. ഞാൻ NISM സർട്ടിഫിക്കറ്റ് പ്രൊഫഷണലാണ്. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSEയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള അനലിസ്റ്റാണ്. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം അടുത്ത മെൻറ്റർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ്. 2 ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, സെയിം ക്വാർട്ടർ എൻട്രിയും എക്സിറ്റും. രണ്ടാമത്തെ കാര്യം അൾട്രാ ഷോർട്ട് ടൈം, ദാറ്റ് മീൻസ് 2 to 5 days ട്രേഡ്. ഇത് രണ്ടും എൻ്റെ ഓൺ റിസർച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. 23 days ഓഫ് ഓൺലൈൻ സൂം സെഷനും 2 days ഓഫ് ഓഫ്ലൈൻ സെഷനുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക്കലി പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അഡ്വാൻസ് ഫണ്ട് അനാലിസിസിനോടൊപ്പം തന്നെ ടെക്നിക്കൽ സൈഡും ബിഹേവിയർ പാറ്റേണും അതുപോലെ തന്നെ വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ്സ് ഉണ്ട് ശരിക്കും അൾട്രാ ഷോർട്ട് ടൈം ട്രേഡിൽ. അൾട്രാ ഷോർട്ട് ടൈമിൽ ഹാർഡ്ലി 4% നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള കാര്യം എടുത്തു പറയും. ഇപ്പോൾ താങ്കൾക്ക് ഇത് പഠിക്കാൻ പാഷനേറ്റ് ആണെങ്കിൽ prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായി. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം, അതായത് 29 ഏപ്രിൽ മാർക്കറ്റ് ട്രെൻഡിലാണല്ലേ. നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കും ട്രേഡ് വാറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി വീക്കായി. ചൈന US വിചാരിച്ച രീതി ബ്ലിങ്കിങ് ഒന്നും ചെയ്തിട്ടില്ല. പകരം US ഉള്ള അവശ്യ സാധനങ്ങളൊക്കെ ബേസിക്കലി അതിൻ്റെ സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ US വളരെ എമർജൻസി ആയിട്ട് വന്നു ചൈന എന്നുള്ള സാധനം വരുത്തുക എന്നുള്ളത്. എന്നാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ നമുക്കിനി ഡേറ്റ്സ് മാത്രം നോക്കിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്കാണ് മാർക്കറ്റ് നീങ്ങുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രോങ് ഡേറ്റ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇഷ്യൂ മാറി, ഒരു പരിധിവരെ മാറി. നമ്മുടെ GDP കുറച്ചുകൂടെ ഗ്രോത്ത് കാണിച്ചു തുടങ്ങി. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ബെനിഫിറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പല സപ്പോർട്ടീവ് ഫാക്ടർ, ഇൻട്രസ്റ്റ് 2 പ്രാവശ്യം കുറിച്ചു. ഇതൊക്കെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടറാണ് നമ്മൾ നിൽക്കുന്നത്. സോ ബേസിക്കലി വേൾഡ് മാർക്കറ്റും ലോക്കൽ മാർക്കറ്റും ബേസിക്കലി ഈ 2 രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിങ്ങും ഇൻ്റർനാഷണൽ ലെവലാണെങ്കിലും ലോക്കൽ ലെവലാണെങ്കിലും വളരെ കൺവേർജ് ചെയ്യിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് വേൾഡ് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്, പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തെല്ലാം ഇമ്പാക്റ്റ് വന്നാലും എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് എടുക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില ക്രിട്ടിക്കൽ കാര്യങ്ങളുണ്ട്. ഈ ക്രിട്ടിക്കൽ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ബ്രേക്ക്ഔട്ട് ട്രേഡുകളും വൻ നഷ്ടത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാർക്കറ്റ് ബെറ്ററാണ്, അതുകൊണ്ട് നമ്മൾ ചാടിക്കയറി ബ്രേക്ക്ഔട്ട് ട്രേഡ് എടുക്കുന്നേ കാര്യമില്ല. ബ്രേക്ക്ഔട്ട് ട്രേഡ് എടുക്കണമെങ്കിൽ ബ്രേക്ക്ഔട്ട് ട്രേഡ് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിലെ ഏതാനും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്തുള്ള 5 ക്രിട്ടിക്കൽ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചെറിയ വീഡിയോ ആണ്, മനസ്സിലാക്കുക ആദ്യം. രണ്ടാമത്തെ കാര്യം അത് പ്രാവർത്തികമാക്കുക. പല സ്റ്റോക്കുകളിൽ നിങ്ങൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ഫാക്ടർ. ഒന്നാമത്തെ കാര്യം, നമ്മൾ റിസൾട്ട് സീസണിലാണ് നിൽക്കുന്നത്. റിസൾട്ട് സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് 10 ദിവസം കഴിഞ്ഞു. എസ്പെഷ്യലി ആനുവൽ സീസണാണ്, ഓഡിറ്റ് റിസൾട്ടാണ് വരുന്നത്. അതുകൊണ്ട് സീസൺ കുറച്ചുകൂടെ നീളാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല റിസൾട്ട് വരുന്ന കമ്പനിയാണെങ്കിൽ പോലും ഗൈഡൻസ് വീക്കാണെങ്കിൽ, ഗൈഡൻസ് എന്ന് വെച്ചാൽ ഒരുപാട് കമ്പനിയൊക്കെ റിസൾട്ടിനോടൊപ്പം തന്നെ ഒന്നിലെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ കൊടുക്കും, അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ ഒരു ഇൻവെസ്റ്റർ മീറ്റ് വയ്ക്കും. ശരിക്കും ആ മീറ്റിൽ കോൺകോൾ എന്ന് പറയും. ഈ കോൺകോളിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് 10, 15, 20 പേജുള്ള റിപ്പോർട്ട് നമുക്ക് NSEയിൽ അവർ ഫയൽ ചെയ്യും. നമുക്കത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, റിസൾട്ടിനോടൊപ്പം തന്നെ ഗൈഡൻസ് എടുത്ത കമ്പനികളുടെ ഗൈഡൻസ് വീക്കാണെങ്കിൽ, ഗൈഡൻസ് റിസൾട്ട് എന്ന് വെച്ചാൽ എന്താ, പാസ്റ്റ് പെർഫോമൻസിൻ്റെ ബേസിലാണ് റിസൾട്ട് വരുന്നത്. പക്ഷേ ഗൈഡൻസ് പല കാരണങ്ങൾ കൊണ്ട് അടുത്ത 1 ക്വാർട്ടറോ 2 ക്വാർട്ടറോ ഗൈഡൻസ് വീക്കാണെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്കുകളിൽ ബ്രേക്ക് ഔട്ട് വന്നാൽ പോലും നിങ്ങൾ എക്സ്ട്രീംലി കെയർഫുൾ ആണ്. കാര്യം പല ബ്രേക്ക് ഔട്ട്സും ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കിനെ വലിയ രീതിയിൽ ഒരു ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനത്തെ കേസുകളിൽ നല്ല റിസൾട്ട് വീക്ക് ഗൈഡൻസ് വരുന്ന കേസിൽ സ്റ്റോക്കിൻ്റെ ഒരൊറ്റ കയറ്റം കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്കിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനത്തെ കേസിൽ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് റിസൾട്ടിനോടൊപ്പം തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഗൈഡൻസ് കമ്പനി തരുവാണെങ്കിൽ ആ ഗൈഡൻസ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ്. ബ്രേക്ക്ഔട്ട് ട്രേഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എസ്പെഷ്യലി റിസൾട്ട് സീസണിൽ. ഇതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റ്,
നമുക്കെല്ലാവർക്കും അറിയാം മീൻ ഡെറിവേഷൻ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എൻ്റെ ഇക്വിറ്റി ഫിക്സിൽ തന്നെ 2 കൊല്ലം മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മീൻ ഡെറിവേഷനെ കുറിച്ച്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാത്തത്. മീൻ ഡെറിവേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. ക്ലാസിക്കൽ മീൻ ഡെറിവേഷൻ ഉണ്ട്, സാധാരണയായിട്ടുള്ള മീൻ ഡെറിവേഷൻസ് ഉണ്ട്. എനിവേ നമ്മൾ ആ ഒരു പോയിന്റിലല്ല സംസാരിക്കുന്നത്. സോ എപ്പോഴൊക്കെ ആണ് നമ്മളുടെ മെയിൻ ഇൻഡിസീസ്, നമ്മുടെ ഇൻഡിസി, നമ്മുടെ സെക്ടർ ഇൻഡിസി, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ആ ലെവല് മീനിൽ നിന്നും, മീൻ പല കേസിലും മൂവിങ് ആവറേജ് 10 വരാം, മൂവിങ് ആവറേജ് 21 വരാം, പല മൂവിങ് ആവറേജസ് സിറ്റുവേഷനിലാണ്. ഓരോ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ആയിരിക്കും മീനിൻ്റെ അകത്തുള്ള ബേസിക്കലി മൂവിങ് ആവറേജിന് നമ്മൾ എടുക്കുന്നത്. സോ എങ്ങനത്തെ കേസുകളിലൊക്കെയാണ് സ്റ്റോക്ക് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മൂവിങ് ആവറേജിൽ നിന്നും മാറി നിൽക്കുന്നത്, ഫാർ അവേ നിൽക്കുന്നത്, അങ്ങനത്തെ കേസുകളിൽ ബ്രേക്കൗട്ട് എടുക്കുന്നത് എപ്പോഴും റിസ്ക് ഫാക്ടറാണ് ശരിക്കും. അങ്ങനത്തെ കേസ് ബ്രേക്കൗട്ടിൽ നിന്ന് മാറി നിൽക്കുക. കാര്യം എന്താ വെച്ചാൽ മീൻ ഡെറിവേഷൻ ഒരു പരിധി കയറി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും സ്റ്റോക്കിൽ തിരിച്ച് വീണ്ടും പ്രൈസ് തിരിച്ച് ഒരു പക്ഷേ 2 രീതിയിൽ സംഭവിക്കാം. ഒന്നിലെ പ്രൈസ് കറക്ഷൻ വരണം, അല്ലെങ്കിൽ ടൈം കറക്ഷൻ വരണം. ഏത് രീതിയിൽ ആക്റ്റീവ് എന്നുള്ള നമുക്ക് പറയാൻ സാധിക്കത്തില്ല, അത് കണ്ടേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മീനിൽ നിന്നും വളരെ മാറിക്കിടക്കുന്ന സ്റ്റോക്കുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ ഇൻഡെക്സ് മാറിക്കിടക്കുവാണെങ്കിൽ റിസ്ക്കാണ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ സെക്ടോറിയൽ ഇൻഡെക്സ് മാറിക്കിടക്കുവാണെങ്കിൽ റിസ്ക്കാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ സ്റ്റോക്കുകൾ, നമ്മളെ പർട്ടിക്കുലർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റോക്കുണ്ടെങ്കിൽ ഈ സ്റ്റോക്കും മാറിക്കിടക്കുവാണ് റിസ്ക് ഫാക്ടറാണ്. ഈ 3 കാര്യങ്ങളും മസ്റ്റായിട്ട് നോക്കിയിരിക്കണം ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ്. ഇതാണ് 2ാമത്തെ പോയിൻറ്റ്. 3ാമത്തെ പോയിൻറ്റ്, പ്രൈസ് കയറി പോകുന്നു. കയറുന്നതനുസരിച്ച് വോളിയം കയറുന്നില്ല, വോളിയം ഡൈവേർജൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ വോളിയം കയറാത്ത കാലത്തോളം എന്ത് സംഭവിക്കും? കയറുന്ന പ്രൈസ് ക്യാൻഡിൽ വീക്കായിക്കൊണ്ടിരിക്കും. അങ്ങനെ വീക്കായിട്ട് റെസിസ്റ്റൻസ് സോണിൽ വരുമ്പോഴത്തേക്കും വോളിയം വോളിയം ട്രൈ അപ്പ് വരുന്നു, പ്രൈസ് കയറുന്നുള്ള അവസ്ഥ എപ്പോഴും ഡൈവേർജൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനത്തെ ഒരു കേസ് നമ്മൾ ക്യാൻഡിലിൽ കാണുവാണെങ്കിൽ, നമ്മുടെ സ്റ്റോക്കിൽ കാണുവാണെങ്കിൽ തീർച്ചയായും ബ്രേക്ക്ഔട്ട് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ 100 ടൈംസ് ചിന്തിക്കണം. കാര്യം വെച്ചാൽ വോളിയം കയറാത്ത കാലത്തോളം, വോളിയം വെച്ചാൽ എന്താ കാണിക്കുന്നത്? ഇൻട്രസ്റ്റിനെ, ആൾക്കാർ താല്പര്യത്തിലാണ് കാണിക്കുന്നത്. താല്പര്യം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് ഫെയിലുവർ ആണുള്ള സാധ്യത വളരെ കൂടുതലാണ് താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിൽ. ഇത് വളരെ ക്രിട്ടിക്കലായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഏത് ട്രേഡ് നമ്മൾ ചെയ്യാൻ പോയാലും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സെക്ടറിൻ്റെ നോക്കണം, നമ്മുടെ മെയിൻ ഇൻഡെക്സിനെ നോക്കണം, നമ്മുടെ സ്റ്റോക്കിൻ്റെയും ആ കയറിപ്പോകുന്ന ലെവലിൽ സപ്പോർട്ട് ഫാക്ടർ ഉണ്ടോ, വോളിയം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ. ക്യാൻഡിൽസിൻ്റെ ബേസിക്കലി ക്യാൻഡിലിൻ്റെ ബോഡിയാണ് മൊമെൻറ്റത്തിനെ കാണിക്കുന്നത്. മൊമെൻറ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ആ ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ഫാക്ടറാണ് നമ്മൾ ബ്രേക്ക്ഔട്ട് റേറ്റ് അറ്റൻഡ് ചെയ്യാൻ നേരം. അടുത്ത ഫാക്ടർ, പല ആൾക്കാരും ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ സെറ്റിലേറ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ സെറ്റിൽ ചെയ്യുവാണെങ്കിൽ ആ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിൽ പ്രീവിയസ് 8 ക്യാൻഡിലിൻ്റെ വോളിയത്തിൻ്റെ ആവറേജിൻ്റെ ഡബിൾ വോളിയം എങ്കിലും വേണം. ദാറ്റ് മീൻസ് ബ്രേക്ക്ഔട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള 8 ക്യാൻഡിൽസിൻ്റെ ആവറേജ് വോളിയത്തിൻ്റെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ടോയ്സ് വോളിയം എങ്കിലും ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രേക്ക്ഔട്ട് ഒരു സക്സസ്ഫുൾ എന്നൊക്കെ ഒരു പരിധിവരെ പറയാൻ സാധിക്കും. ഹ്യൂജ് വോളിയം ഉണ്ടായിരിക്കണം, എക്സലൻറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കണം, ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് നിയർ ഹൈ ആയിരിക്കണം ക്ലോസ് ചെയ്യുന്നത്, എങ്കിൽ മാത്രമേ ആ ക്യാൻഡിൽ സ്ട്രോങ് ക്യാൻഡിൽ രീതി നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. വോളിയം വീക്കാണ്, ക്യാൻഡിൽ ക്ലോസിങ് വളരെ താഴെയാണെന്നൊക്കെ വെച്ചാൽ ദാറ്റ് മീൻസ് ഒരു ഹൈ ലെവലിൽ പോയതിന് ശേഷം വളരെ ആ ഹോൾ ഡേയുടെ ട്രേഡ് ആ പ്രൈസ് എന്തുമാത്രം എസ്കലേഷൻ കൊടുത്തതിൻ്റെ പകുതിയുടെ താഴെയാണ് ക്ലോസ് ചെയ്യുമെങ്കിൽ വളരെ കെയർഫുള്ളാണ് കാര്യമാണ് അങ്ങനത്തെ ക്യാൻഡിലൊക്കെ കണ്ടുകൊണ്ട് ബ്രേക്ക്ഔട്ട് എടുക്കാൻ. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ നമ്മുടെ ഇൻഡിസീസ് പെർഫോം ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്ടറിൽ എന്തെങ്കിലും ഡിസ്റപ്ഷൻ വരുവാണെങ്കിൽ, സെക്ടറിൽ എന്തെങ്കിലും അഡീഷണൽ പ്രഷർ വരുവാണെങ്കിൽ, ബിക്കോസ് ഓഫ് സൈക്ലിക്കൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്ടറിനെ ആ സെക്ടർ സപ്പോർട്ട് ചെയ്യുന്ന റോ മെറ്റീരിയലിൻ്റെ പ്രൈസിലെ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കാം, റോ മെറ്റീരിയൽ കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. പല ഫാക്ടേഴ്സ് ഉണ്ട് ഡിസ്റപ്ഷൻ വരാനായിട്ട്, അല്ലെങ്കിൽ വലിയൊരു ബിഗ് പ്ലെയർ ആ സെക്ടറിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമായിരിക്കാം. ഇങ്ങനത്തെ കേസസിലൊക്കെ നിങ്ങൾ ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നാളെ എന്താ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച്. അടുത്ത പോയിന്റ്, എപ്പോഴും ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിനെ നിങ്ങളൊരു ഷോർട്ട് ടൈം ട്രേഡ് ആണെങ്കിൽ എപ്പോഴും ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിനെ ഹയർ ടൈം ഫ്രെയിമിലാണ് അനലൈസ് ചെയ്യേണ്ടത്. പല ആൾക്കാർ 5 മിനിറ്റ്സിലോ 10 മിനിറ്റ്സിലോ അനലൈസ് ചെയ്തിട്ട് ബ്രേക്ക്ഔട്ട് എടുത്ത് ഫെയിലിയർ ആകുന്ന ധാരാളം ആൾക്കാരുള്ള മാർക്കറ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. എപ്പോഴും ഹയർ ടൈം ഫ്രെയിംസിലെ ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത്തും വോളിയമാണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം. അതുകൂടെ അനലൈസ് ചെയ്തിട്ട് മാത്രം വേണം നിങ്ങൾ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഒരു കൺഫർമേഷൻ തന്ന ആ കൺവിക്ഷനിൽ നിങ്ങളൊരു ട്രേഡ്, ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. പല കേസിലും ചില കേസിൽ സ്ട്രോങ് ക്യാൻഡിലാണ്, പുൾ ബാക്ക് വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് മാർക്കറ്റിൽ. സോ ഈ അനാലിസിസ് വളരെ ക്രിട്ടിക്കലാണ്. ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡിൽ നിന്നും എന്താ പറയണ്ടേ, നമ്മൾ കഴിവതും
ഫസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ പ്രോഫിറ്റ് അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഔട്ട് അറ്റൻഡ് ചെയ്ത് മുമ്പ് പല കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യാനുണ്ട്. അതിൻ്റെ അകത്തുള്ള ഏതാനും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.